ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അജാസ് അവർണികയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ എത്തുവാണ് കേട്ടോ. വീട്ടിലെത്താൻ നേരത്ത് അവർണിക പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങൂ, കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറയുകയാണേ. കിഷോർ അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ടാണ് അവർണിക അജാസിനോട് വെള്ളോട്ട് ഇറങ്ങാൻ പറയുന്നത്. അപ്പോൾ അജാസും പറയും, ഓ മനസ്സിലായി, കിഷോർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇത് ഗീതു പറഞ്ഞു തന്ന ഐഡിയ ആണോ, എന്നാൽ തുടങ്ങിക്കോ ആക്ടിങ് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അജാസിൻ്റെ അടുത്ത് നമ്മുടെ അവർണിക ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പും സ്നേഹമുള്ള രീതിയിലൊക്കെ അങ്ങ് ആക്റ്റീവാണ് കേട്ടോ. എന്നിട്ട് കിഷോർ അവിടെ നിൽക്കുന്നത് കണ്ട് ഇവരിങ്ങനെ കിഷോറിൻ്റെ കുറ്റം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്റ്റീവാണ്. ഇതെല്ലാം കാണുന്ന കിഷോറിന് നല്ല ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ പുള്ളി ഒന്നിങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് അജാസിനോട് പറയും, എന്നാൽ അജാസ് പൊക്കോളാൻ പറയും. ആ പോകുന്ന സമയത്ത് നമ്മുടെ അവർണികാന്ന് പറയട്ടോ, ഞാൻ വീട്ടിൽ കയറിയിട്ട് അജാസ് പോയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ അജാസ് പറയും, എൻ്റെ അഭിനയം കഴിഞ്ഞെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടായിരുന്നു എന്നുള്ള രീതിയിൽ അജാസ് അവർണിക കയറി കഴിഞ്ഞാൽ ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. പോകാൻ നേരത്തെ കിഷോർ ഇങ്ങനെ അജാസിനെ നോക്കുന്ന സമയത്ത് അജാസാണെങ്കിൽ ഒരു കള്ളച്ചിരി അങ്ങ് ചിരിച്ചിട്ട് പോകും. അവർണിക അകത്തോട്ട് ചെല്ലുന്ന കിഷോറിനെ മൈൻഡ് പോലും ചെയ്യാണ്ട് നേരെ മുറിയിലോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോൾ കിഷോർ അവിടെ നിന്ന് സ്വയം പറയുവാണ്, പണ്ടൊക്കെ ദൈവം പിന്നെന്നായിരുന്നു, ഇപ്പോൾ അപ്പോൾ തന്നെ തരാൻ തുടങ്ങിയോ, ഗീതുവിനോട് ചെയ്തതിൻ്റെയൊക്കെ ആണോ ഈ തിരിച്ച് കിട്ടുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നൈസായിട്ട് മുറി ചെന്നിട്ട് അവർണിയോട് ചോദിക്കുകയാണ്, നീ ഇന്ന് നമ്മുടെ വണ്ടി എടുത്തില്ലേന്ന് ചോദിക്കുമ്പം അവർണിയെ തിരിച്ചു ചോദിക്കുന്നു, നമ്മുടെ വണ്ടിയോ, അല്ല നിൻ്റെ വണ്ടി അത് എടുത്തില്ലേ, അല്ല ഇനി ഡ്രൈവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അവർണിക പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല, തിരിച്ച് നീയും എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്ന് പറയുവാണേ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിഷോർ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, ആൾക്കാരൊക്കെ ഓരോന്നും പറയും, അത് അപവാദമാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് അവർണിക പറയുവാണ്, അപവാദം നീ നിന്നെപ്പറ്റി തന്നെ കുറേ പറഞ്ഞു നടന്നിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ ഇനിയിപ്പം എൻ്റെ പറ്റി നാട്ടുകാർ പറഞ്ഞാൽ നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ കാണുന്നതിന് ഇറിറ്റേഷനാണ്, എൻ്റെ മുമ്പിൽ നിന്ന് പോകും, എനിക്കൊരു ഫോൺ കോൾ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കിഷോർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് ചുമ്മാ ചെവി വെച്ചിട്ട് അജാസിനോട് സംസാരിക്കുന്ന പോലെ ഫോണിൽ ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് ദേഷ്യം വന്ന കിഷോർ ഡോർ അടച്ചിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ് സാറ് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ നൈസായിട്ട് ഗോവിന്ദേട്ടനോട് പറയുന്നുണ്ട്, ഓ അജാസിക്ക എന്ത് പാവമല്ലേ, ഇക്കയ്ക്ക് ഉമ്മയെ കാണാൻ പറ്റാത്ത വിഷമമുണ്ട്, നമുക്കൊക്കെ അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ആ വേദനയൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ പറ്റിയുള്ള അജാസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പയ്യെ പറഞ്ഞ് ഓരോ ഹിൻഡിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദും ഇമോഷണൽ ആവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഗോവിന്ദനോട് ഇത് ചോദിക്കുന്നുണ്ട്, രാധികാമ്മ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് ഗോവിന്ദേട്ടന് പെറ്റമ്മയെ ഓർമ്മയില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഔട്ടി നിർത്തിയിട്ട് പറയുകയാണ്, നമുക്കതൊന്നും സംസാരിക്കണ്ട, വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറയുവാണേ. എന്നിട്ട് പറയുവാണ്, നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമില്ല, പാർക്കിലോ മാളിലോ എവിടെയാണെന്ന് വെച്ചാൽ നീ പറഞ്ഞോളാൻ പറയുമ്പോഴത്തേക്കും ഗീതു പറയുകയാണ്, അതേതായാലും നന്നായി, എൻ്റെ മനസ്സിലും അതായിരുന്നു ആഗ്രഹം, എന്തായാലും ഞാൻ എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും അവിടെ കൊണ്ടുപോകുന്നു പ്രോമിസ് ചെയ്ത് തരാൻ പറയുമ്പം നമ്മുടെ ഗോവിന്ദ് പ്രോമിസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയുകയാണ്, എനിക്ക് പോകേണ്ടത് ചെമ്പകശ്ശേരിയിലേക്കാണ്. അത് കേൾക്കുന്ന ഗോവിന്ദിന് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങിക്കേ, നീ ഇപ്പോൾ പുറത്തിറങ്ങിക്കേ, പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു പെട്ടെന്ന് അടുത്ത നമ്പർ ഇടുവാണേ. അതിപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് രഞ്ജുവിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അവൾക്കെന്തോ തലവേദനയോ എന്തോ വയ്യ എന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ ആ മരുന്ന് മേടിച്ചിട്ടുണ്ട്, അതൊന്നും കൊടുത്തേക്കാന്ന് ഓർത്ത്, എന്തിനി കഴിക്കേണ്ടതാണെങ്കിലോ എന്നോർത്ത് മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, എന്നാൽ അവിടെ വരെ കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, തലവേദനയുടെ ഗുളിക മേടിച്ച് ബാഗിലിട്ടത് നന്നായി, എൻ്റെ അടുത്ത കണ്ണേട്ടൻ്റെ കളിയിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും തിരിച്ച് കണ്ണേട്ടൻ ഗീതുവിനെ നോക്കി മനസ്സിൽ പറയുകയാണ്, നിൻ്റെ അടവൊന്നും കണ്ടിട്ടില്ല, അവിടെ വരെ വന്നു കഴിഞ്ഞാൽ രഞ്ജുവിനെ കാണാമല്ലോ, എൻ്റെ സ്വന്തം പെങ്ങളാണല്ലോ അവൾ, അതുമാത്രം ഓർത്തിട്ട് ഞാൻ എന്തായാലും വരുന്നത്, ഇനി അവിടേക്ക് കെട്ടിയെടുക്കണമെന്ന് ഓർത്ത് വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് വണ്ടി നിർത്തുമ്പോഴത്തേക്കും ഗോവിന്ദ് വരുന്നുണ്ട്, ഞാൻ അകത്തോട്ടൊന്നും വരത്തില്ല, നീ കയറിപ്പോയിട്ട് രഞ്ജുവിനെ കണ്ടിട്ട് രഞ്ജുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഗീതു അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പയ്യെ കയറി പോവാണ്. കയറി ചെല്ലുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അവിടെ നിൽപ്പുണ്ട്. വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, മകൻ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയും, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നാലോ എന്ന് പറയുമ്പോൾ പറയും, വേണ്ട, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് മെത്തേഡ് ആക്ടിങ് അറിയത്തില്ല, ഫുള്ള് ഡ്രാമയാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിജയലക്ഷ്മിനെ കളിയാക്കുവാണ് കേട്ടോ ഗീതു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും കാരണവശാൽ കണ്ണേട്ടൻ ഇവിടെ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജു കിടക്കുവാന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗീതു ഇറങ്ങി കണ്ണേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, കണ്ണേട്ട രഞ്ജുവിന് ഭയങ്കര തലവേദനയായിട്ട് മുറി കിടക്കുവാന്നാണ്
പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീത ഒന്നും അറിയാതെ പോലെ അങ്ങനെ തന്നെ ഗോവിന്ദേട്ടൻ വാ നമുക്ക് അവളെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് പയ്യെ ഗോവിന്ദിനെ കൂട്ടിക്കൊണ്ട് വരുവാണ് കേട്ടോ. ശരിക്കും രഞ്ജു ധ്യാൻ്റെ കൂടെ പുറത്ത് വന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലെങ്ങാണ്ട് കയറിയേക്കുവാണ്. ആ സമയത്താണ് ഇവർ ഇത്രയും ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും കണ്ണേട്ടനോട് വിജയലക്ഷ്മി പറയുന്നുണ്ട് രഞ്ജു കിടക്കുവാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരകത്തോട്ട് കയറുവാണ് കേട്ടോ. എല്ലാവരും കൂടെ അകത്ത് ലിവിങ് റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു പറയുന്നത് ഞാൻ പോയി രഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് വരാം, വിളിച്ചിട്ട് വരാം, നോക്കട്ടെ എന്ന് പറഞ്ഞ് രഞ്ജുവിൻ്റെ മുറിയിലോട്ട് പോവാണ്. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഹാളിൽ നിൽക്കാൻ നേരത്ത് രഞ്ജുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അതിന് അമ്മ വിളിച്ചാൽ മോൻ ഫോൺ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് ഗോവിന്ദ് പറയാണ് ഇല്ല. എന്നിട്ട് പറയുകയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ രഞ്ജു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം, പക്ഷെ അത് നിങ്ങളൊരു സ്ഥിരം നമ്പറാക്കി എടുക്കരുത് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി അപ്പം തന്നെ ചോദിക്കുകയാണ് എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ വയ്യാഴികയോ വന്നാൽ അറിയിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് ഒരു വിഷമം വരുവാണ് കേട്ടോ പുള്ളിയുടെ മുഖത്ത് കാണാനുണ്ട്. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അതിന് നിങ്ങൾക്ക് എന്താ വല്ല അസുഖമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയാണ് എനിക്കെന്താ കുഴപ്പമെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് അറിയാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയാണ് ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാം, പക്ഷേ വേറൊരു കാര്യത്തിനും എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഗീതു അവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. എന്നിട്ട് ഗീതുവിനോട് നമ്മുടെ ഗോവിന്ദ് ചോദിക്കുകയാണ് ഇതുവരെ നീ കണ്ടില്ലേ രഞ്ജുവിനെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുകയാണ് രഞ്ജുവിൻ്റെ മുറി ഇച്ചിരി അകത്തോട്ടായി ഇവിടുന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുകയാണ് എനിക്കറിയാത്തതല്ലോ ഈ ചെമ്പകശ്ശേരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ച് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്ന്. അത് കേട്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇമോഷണലായിട്ട് നിൽക്കുവാണ് കേട്ടോ ഗോവിന്ദ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഗീതു അവിടെ ഒളിച്ച് നിൽക്കുവാണ് കേട്ടോ. ഗീതു എന്നിട്ട് വിജയലക്ഷ്മിയും ഗോവിന്ദോട് പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ നേരത്ത് അവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പയ്യെ അവിടുന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്